സമൂഹ മാധ്യമങ്ങളിലൂടെ വിശ്വാസസംബന്ധമായ ധാരാളം സംശയങ്ങൾ ഉയർന്നു വരുമ്പോൾ യുവജനങ്ങളായ നിങ്ങൾക്കും എനിക്കുമൊക്കെ ചില സമയങ്ങളിലെങ്കിലും നിശബ്ദരായി നിൽക്കേണ്ട വന്നിട്ടില്ലേ? ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പകച്ചു പോയിട്ടില്ലേ? അത്തരത്തിലുള്ള വിശ്വാസസംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ഷെക്കീന ടെലിവിഷന്റെ നൈസ് ടംബ്ലർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരെയും നൈസ് ടംബ്ലറിന്റെ ഇന്നത്തെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സാറാസ് എന്ന അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിലിം, മറ്റൊന്ന് പാലാ കല്ലറങ്ങാട്ട് പിതാവിന്റെ ഒരു സർക്കുലർ. ഈ രണ്ട് വിഷയങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ, ഏറെ പ്രത്യേകിച്ച് TV ചർച്ചകളിലൊക്കെ വളരെയേറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കുള്ളിലുള്ള സംശയങ്ങളും വർദ്ധിച്ചു. എന്തിനാണ് സഭ അബോർഷനെ ഇത്തരത്തിൽ വെറുക്കുന്നത്? അബോർഷനെതിരെ ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത് എന്തിനാണ്? വിവാഹത്തിന് ശേഷം ദമ്പതികൾ അവരുടെ ഇഷ്ടമല്ലേ അവർക്ക് എപ്പോൾ കുട്ടികൾ വേണം, അവർക്ക് എത്ര കുട്ടികൾ വേണം, അവർ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതൊക്കെ. ഇത്തരത്തിലുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് സഭ എന്തിനാണ് തലയിടുന്നത്? ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ യുവജനങ്ങൾക്കിടയിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. അതിന് നമുക്ക് മറുപടി നൽകാനായി, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കല്യാൺ രൂപതയിലെ VG റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ഇലവുങ്കലാണ്. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ഇലവുങ്കൽ. ഓക്കെ, ഒത്തിരി സ്നേഹത്തോടെ നൈസ് ടംബ്ലറിന്റെ പ്രോഗ്രാമിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. ഓക്കെ ഫാദർ. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അച്ഛന് വേണ്ടി ഞാൻ ഒന്നും കൂടി ഒരു കാര്യം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സാറാസ് എന്ന അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിലിം. ആ ഫിലിമിന്റെ ഒരു ഇതിവൃത്തം എങ്ങനെയാണ്? ഒരു പെൺകുട്ടി അവരുടെ കല്യാണത്തിന് ശേഷം അവൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൾ ഗർഭിണിയാകുന്നു. എന്നാൽ തൻ്റെ ജോലിക്ക് അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് അവൾക്ക് അതൊരു തടസ്സമായത് കണ്ടുകൊണ്ട് അവൾ ആ കുട്ടിയെ അബോർട്ട് ചെയ്തിട്ട് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ പെൺകുട്ടി എത്തിപ്പെടുന്നു. അതേ കാലയളവിൽ തന്നെ ഇറങ്ങിയ മറ്റൊരു സംഭവമാണ് പാലാ രൂപതയിലെ മെത്രാൻ അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തൻ്റെ രൂപതയിലെ വലിയ കുടുംബങ്ങൾക്ക്, അതായത് 4ഉം 5ഉം മക്കളൊക്കെ ഉള്ള കുടുംബങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കുലർ. ഈ രണ്ട് കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായതാണ്. അച്ഛനും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ സമയത്ത് യുവജനങ്ങൾക്കിടയിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില ചോദ്യങ്ങൾ യുവാക്കൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ചിലതാണ് അച്ഛനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കുടുംബങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ കാഴ്ചപ്പാട്, കുടുംബങ്ങളെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? സഭയുടെ കുടുംബത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. നമുക്ക് വ്യക്തമായിട്ട് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തില് യേശുവിന്റെ അടുത്ത് ഫരിസയര് ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവ് അതിന് ഉത്തരം പറയുന്നു, ആദിയിലെ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേരും, അവർ രണ്ടുപേരും ഒരു ശരീരമായി തീരും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. കർത്താവ് വിരൽ ചൂണ്ടുന്ന ആദിയിലെ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളിലേക്കാണെന്നുള്ളത് വ്യക്തമാണ്. ആദത്തിന്റെയും ഹവ്വയുടെയും കഥയിലൂടെയാണല്ലോ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കർത്താവിന്റെ സൃഷ്ടിയുടെ മകുടമായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആദ്യത്തെ സൃഷ്ടിച്ചിട്ട് ആദ്യത്തിന് വലിയ ഒരു അംഗീകാരം കൊടുക്കുകയാണ്, സൃഷ്ടിജാലങ്ങൾക്കൊക്കെ പേര് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദം ഇണകളായി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിജാലങ്ങൾക്ക് പേര് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, ആദ്യത്തിന് എവിടെയോ ഒരു വിഷമം. കാരണം മനസ്സിലാക്കി ദൈവം ആദത്തോട് പറയാണ്, ആദം നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിനക്ക് ചേർന്ന ഇണയെ നൽകും. ഈ വാഗ്ദാനം പൂർത്തിയാകുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ആദ്യത്തെ ഉറക്കത്തിൽ കിടത്തുന്നു, വാരിയല് ഊയെടുക്കുന്നു, മാംസം കൊണ്ട് നിറയ്ക്കുന്നു, പുതിയൊരു സൃഷ്ടിയെ രൂപപ്പെടുത്തുന്നു. പിന്നീട് ദൈവം ആദ്യത്തെ ഈ പുതിയ സൃഷ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആ പുതിയ സൃഷ്ടിയാണ് ഹവ്വ. ആദം ഈ പുതിയ സൃഷ്ടിയെ കാണുമ്പോൾ പറയുകയാണ്, എന്റെ അസ്ഥിയുടെ അസ്ഥി, എന്റെ മാംസത്തിന്റെ മാംസം. ഇത് ദൈവിക പദ്ധതിയിലുള്ള ഒരു കുടുംബമാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഫലപുഷ്ടിയോടുകൂടെ പെറ്റുപെരുകുക, പരസ്പര ബന്ധത്തിൽ, സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ ഒരു കുടുംബത്തിന്റെ അടിത്തറയിൽ വേണം
ഈ ലോകത്തില് സൃഷ്ടികർമ്മം തുടരാനായിട്ടെന്ന് ദൈവം പദ്ധതി ചെയ്ത് രൂപപ്പെടുത്തിയതാണ് കുടുംബം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ ദൈവമാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം, ദൈവമാണ് കുടുംബത്തെ സൃഷ്ടിച്ചത്. ഓക്കെ അതാണ് സഭ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടു കൂടെ പ്രഘോഷിക്കുന്ന സത്യം. ഓക്കെ അച്ഛാ, അപ്പോൾ അച്ഛൻ പറയുന്നത് ഒക്കെ കുടുംബം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പ്രത്യേക അതായത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തോട് ചേർന്ന് പോകാൻ വേണ്ടി ദൈവം തന്നെ നൽകിയിരിക്കുന്ന ഒരു സംവിധാനം പോലെയാണ് അച്ഛനിപ്പോൾ കുടുംബത്തെ നമുക്ക് വരച്ചു കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, സഭ അത്രയും പവിത്രമായിട്ട് കുടുംബത്തെ കാണുന്നു. അപ്പോൾ കുടുംബത്തിൽ എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ അടങ്ങുന്ന ആ ഒരു കുടുംബം. ഓക്കെ, ഈ കുടുംബത്തിൽ അപ്പോൾ ഒരു അതിൽ ജീവന്റെ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ സൃഷ്ടികർമ്മം എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ സ്ത്രീക്കും പുരുഷനും അവരാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടികർമ്മത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ സഭയ്ക്ക് എന്തെങ്കിലും പിന്നെ അവരോട് ഇങ്ങനെ അവരെടുക്കുന്ന ഒരു തീരുമാനം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ചില ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഡയറക്റ്റ് നമ്മുടെ യുവജനങ്ങളുടെ രീതിയിലുള്ള ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത് ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞാലും ഒരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്നത് ഒന്ന് സ്റ്റേബിൾ ആകുക എന്നുള്ളതാണ്. കാരണം അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് കുട്ടികൾ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്നൊക്കെ പറയുന്ന ഒരു ദൈവിക കാര്യമായിട്ട് അച്ഛൻ വരച്ചു കാട്ടി. എന്നാൽ തന്നെയും നമ്മളുടെ ഇന്നത്തെ തലമുറയിലുള്ള യുവാക്കൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികൾ അവർ ചിന്തിക്കുന്നത് ഇത്തരത്തിലാണ്. ഒന്ന് കുടുംബം ഒന്ന് സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ലൈഫ് ഒന്ന് സ്റ്റേബിളായിട്ട് ചിലപ്പോൾ 2 വർഷമായിരിക്കാം, ചിലപ്പോൾ 5 വർഷമൊക്കെ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ സൃഷ്ടികർമ്മം അല്ലെങ്കിൽ മക്കൾ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇത് സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതല്ലെങ്കിൽ അതിൽ സഭയ്ക്ക് ഇടപെടാനായിട്ടുള്ള ഒരു ചോയ്സ് അല്ലെങ്കിൽ അവകാശം ഉണ്ടോ? നമുക്കറിയാം എന്താണ് ദൈവിക പദ്ധതി എന്നുള്ളതിന്റെ ഒരു അന്വേഷണമാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്കും ഭർത്താവിനും അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത്. അതെ, വെറുതെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഞങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം വരുമ്പോൾ, അല്ലെങ്കിൽ ജോലിയെല്ലാം ആയതിനു ശേഷം, അതല്ലെങ്കിൽ കരിയർ നന്നായി ഡെവലപ്പ് ചെയ്തതിനു ശേഷം എന്നൊക്കെയാണോ ദൈവത്തിന്റെ പദ്ധതി എന്ന് ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. സഭ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു വിവാഹത്തിന്റെ ലക്ഷ്യം പരസ്പര ധാരണയോടുകൂടെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുക, ദൈവം നൽകുന്ന മക്കളെ ദൈവത്തിന്റെ ഹിതപ്രകാരം വളർത്തുക. ഈ 2 ദൗത്യങ്ങളിലെ രണ്ടാമത്തെ കാര്യം ഒരു ഓപ്പൺനെസ് ടുവേർഡ്സ് ലൈഫ്, ജീവനോടുള്ള തുറവി തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജീവനോടുള്ള തുറവിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് ജീവനോട് തുറവിയോടുകൂടി ദൈവം മക്കളെ നൽകുകയാണെങ്കിൽ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ സാർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാൻ പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള അവസ്ഥ ഒരു പക്ഷെ ആ കുടുംബത്തിന് ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിലോ എന്നുള്ളൊരു ചോദ്യം ഉയരാൻ ചാൻസ് ഇല്ലേ ഇങ്ങനെ പറയുമെങ്കിൽ? തീർച്ചയായിട്ടും രണ്ടാം വത്തിക്കൻ കൗൺസിൽ റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്, ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള മക്കളെ സ്വീകരണം എന്നുള്ളൊരു ചിന്ത പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവരുടെ ഇഷ്ടമുള്ളപ്പോൾ എന്നുള്ളതല്ല, എന്നാൽ ഒരു ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾ എന്തെല്ലാം തരത്തിലുള്ള ശ്രദ്ധ അവരുടെ ജീവിതത്തിൽ മക്കളെ വളർത്തുവാൻ വേണ്ടി ഉണ്ടാകണം എന്നുള്ളത് തീർച്ചയായിട്ടും സഭയുടെ പഠനമാണ്. എന്നാൽ അതിന്റെ ഒരു പുറകിൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഏത് തരത്തിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഇന്ന് വളരെ ശക്തമായിട്ട് സംജാതമാകുന്നുണ്ട്. അത് സഭയുടെ പഠനത്തിന്റെ വിരുദ്ധമായിട്ടുള്ള ചിന്താഗതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ സെറ്റിൽ ആയതിനു ശേഷം മാത്രമേ മക്കളുണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ, അതുവരെയുള്ളതൊക്കെ ഒന്നുകിൽ ഗർഭത്തെ ഇല്ലാതാക്കുന്ന പ്രിവെൻഷൻ മെത്തഡോളജി ഉപയോഗിക്കും, അതല്ലെങ്കിൽ ഉണ്ടായിപ്പോയാൽ അതിനെ നശിപ്പിക്കും എന്നുള്ള ചിന്താഗതി സഭയുടെ പഠനങ്ങൾക്ക് തിരുത്തും വിരുദ്ധമാണ്. സഭാമക്കൾ അങ്ങനെയല്ല ജീവിക്കേണ്ടതെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് അതാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സാറാസ് എന്നൊരു സിനിമ. അപ്പൊ അതിലും ഇതേ രീതി തന്നെയായിരുന്നു. ഒരു പെൺകുട്ടി പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൾ ഗർഭിണിയാവുന്നു, പിന്നീട് ആ കുട്ടിയെ അബോർട്ട് ചെയ്ത് കളഞ്ഞ് അവളുടെ കരിയർ അവൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിവാഹത്തിന് ശേഷം സ്ത്രീയും അല്ലെങ്കിൽ ആ ദമ്പതികൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ വീട്ടുകാരുടെയും കൂടി സമ്മതത്തോടു കൂടി അവരത്തരത്തിലൊരു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഈ അബോർഷനെ സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു ഒരു വലിയ പാപമായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് എങ്ങനെയാണ് സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് അത്തരത്തിലുള്ള ഒരു അബോർഷനെ സഭ എങ്ങനെയാണ് കാണുന്നത്?
സാറാസ് എന്ന സിനിമ ഉയർത്തുന്ന വെല്ലുവിളി വെറും ഒരു അബോർഷൻ മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്താഗതികൾ അതിനകത്ത് വരുന്നുണ്ട്. യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്, കരിയറിസം, ഏറ്റവും കൂടുതലായിട്ട് ഒരു ഫെമിനിസം അതിനകത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അബോർഷനാണ് എന്റെ സെൻട്രൽ ആയിട്ട് നിൽക്കുന്നത്. ഞാനാണ് എന്റെ ശരീരത്തിന്റെ ഉടമ, എനിക്ക് എന്റെ ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം, മൈ ലൈഫ് മൈ ചോയ്സ് ഓർ മൈ റൈറ്റ് എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ വളരെ ശക്തമായിട്ട് ആ സിനിമയിൽ വരുന്നുണ്ട്. നമുക്കറിയാം അതൊക്കെ സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്താഗതികളാണ്. ഒരു കാര്യം വ്യക്തമാക്കണം, എന്റെ ശരീരം എന്നൊന്നുണ്ടോ? ദൈവം എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് തന്നിരിക്കുന്ന എന്റെ ശരീരം എന്റെ തന്നെയാണ്. പക്ഷേ അത് തന്ന ദൈവത്തിൻ്റെതല്ലേ എന്നൊരു ചോദ്യം അടിസ്ഥാനപരമായിട്ട് നിൽക്കും. പക്ഷേ അതിനേക്കാളും അപ്പുറത്ത് എന്റെ ഉദരത്തിൽ വരുന്ന ശിശു ഞാനാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വേറൊരു വ്യക്തിയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഗർഭധാരണത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് മുതൽ അവസാനത്തെ സ്റ്റേജ് വരെ ഒരു ഭ്രൂണാവസ്ഥയിലായിരിക്കുന്നത് വ്യക്തിയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ ശരീരം എന്റെ തീരുമാനം എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റേ വ്യക്തിയുടെ ആ അവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു വാചകമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ എന്റെ ഗർഭത്തിലുള്ള ശിശുവിനോട് എനിക്ക് പറ്റില്ല. കാരണം മറ്റൊരു വ്യക്തിയുടെ ജീവനെ സംബന്ധിക്കുന്ന ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ആ വ്യക്തിയോട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തി വേറൊരു വ്യക്തിയാണ്. ഈ ലോകം മുഴുവനും ഈ ജനസംഖ്യ വർധനവിനെയും അല്ലെങ്കിൽ ഈ അബോർഷൻ പോലുള്ളതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സഭ മാത്രമാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ ഇതിനെ എതിർക്കുന്നത്. അതായത് ലോകം മുഴുവൻ അബോർഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജനസംഖ്യ വർധന ഉണ്ടാകുന്നത് കൊണ്ട് അബോർഷനെയൊക്കെ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സഭ മാത്രം എന്തുകൊണ്ടാണ് ഈ അബോർഷൻ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ പ്രസവിക്കുമ്പോൾ ഒന്നെങ്കിൽ അമ്മയെ ജീവിച്ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയെ ജീവിച്ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ കുട്ടി ഉണ്ടായാൽ തന്നെ കുട്ടി ഒരു വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കുള്ളൂ. അത് കുട്ടി മൊത്തത്തിൽ മെന്റലി ഡിസോർഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിക്കലി ഡിസോർഡർ ആയിരിക്കും. അത്തരത്തിലുള്ള കുട്ടികളായിരിക്കും ജന്മം നൽകാൻ പോകുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാരുടെ നിർബന്ധത്തിൽ വഴങ്ങിയെങ്കിലും അബോർഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് ചില സ്ത്രീകളെങ്കിലും പോവേണ്ടി വരും. അത്തരത്തിൽ പോകുമ്പോൾ ആ അബോർഷൻ ചെയ്യുന്നതുമൊക്കെ സഭയുടെ കണ്ണുകളോടെ നോക്കുമ്പോൾ അതൊക്കെ പാപമാണോ, അതായത് അതൊക്കെ തെറ്റാണോ? തീർച്ചയായിട്ടും 5-ാം പ്രമാണത്തിന് എതിരായിട്ടുള്ള ഒരു വലിയ കുറ്റമാണത്. നമുക്കറിയാം കൊലപാതകം, അത് അബോർഷൻ ആകട്ടെ മറ്റുള്ള കൊലപാതകങ്ങളാകട്ടെ, അത് പാപമാണ്, കുറ്റവുമാണ്. കുറ്റം എന്ന് പറഞ്ഞാൽ ശിക്ഷ അർഹിക്കുന്നതാണ്. ഒരു മനുഷ്യ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഗർഭധാരണത്തിന്റെ ആദ്യം മുതൽ ഗർഭസ്ഥ ശിശുവിനെ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഗർഭധാരണത്തിന്റെ ആദ്യത്തെ അവസ്ഥ മുതൽ നടത്തുന്ന അബോർഷൻ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്നുള്ളത് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പാപമാണ്, കുറ്റമാണ്. പാപം എന്നുള്ള രീതിയിൽ കുമ്പസാരിക്കാനായിട്ട് ഒരാൾ പോകുമ്പോൾ പൗരസ്ത്യ നിയമം അനുസരിച്ച് അത് മെത്രാന് പിടിക്കപ്പെട്ടുള്ള പാപമാണ്. എന്ന് വെച്ചാൽ അഭിനയ പിതാവാണ് അതിന്റെ പാപമോചനത്തെ പറ്റിയുള്ള തീരുമാനം കൈക്കൊള്ളുന്നത്. വ്യക്തി ആരാണെന്ന് പറയാതെ തന്നെ അങ്ങനെ ഒരു അവസ്ഥയെ പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സഭയിലൊക്കെ അതിന് ചില അവസരങ്ങളിലൊക്കെ ഇളവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആണ്, പണിഷ്മെന്റ് ഉള്ള കുറ്റമാണ് എന്ന് സഭയുടെ നിയമം വളരെ കൃത്യമായിട്ട് അനുശാസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പാപമോചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ള അവസ്ഥകളിലുള്ള വ്യക്തികൾ ഉള്ളിൽ നീറി ജീവിതാവസാനം വരെ ജീവിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തീർച്ചയായിട്ടും മനസ്തപിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക്, സഭയുടെ മുൻപിലേക്ക് ചെന്നാൽ അത് തീർച്ചയായിട്ടും പാപമോചനമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ എന്താണ് ഈ കുറ്റം അല്ലെങ്കിൽ ഈ പാപം എന്നുള്ളത് ഗ്രേവ് ആക്കുന്നത്? ചിലപ്പോൾ നമുക്ക് തോന്നാം ചില അവസ്ഥകളിൽ ഒരുപക്ഷെ അബോർഷൻ ചെയ്തേ പറ്റൂ എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയും. എന്നാൽ കൊല്ലുന്നത് എപ്പോൾ ചെയ്താലും അത് ഈ പറയുന്ന കൊല്ലല് തന്നെയാണ്, 5-ാം പ്രമാണത്തിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എന്നാൽ ചിലപ്പോൾ 2 ജീവനുകളുടെ മുന്നിൽ അല്ലെങ്കിൽ 2 ജീവനുകളുടെ ഇടയിൽ
വരുന്ന ചില തെരഞ്ഞെടുപ്പുകളുണ്ട്. അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോറലി സ്റ്റേബിൾ ആയിട്ടുള്ള, മോറലി സൗണ്ട് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ചിലപ്പോൾ നിർബന്ധിക്കപ്പെടാം. അവിടെ ചിലപ്പോഴൊക്കെ അനുവാദം കൊടുക്കുന്ന രീതികളും സഭയിലുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാമ്പത്തികമായ വളർച്ച ഇല്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകട്ടെ അതിനുശേഷം കുഞ്ഞുങ്ങൾ മതി എന്നുള്ള തീരുമാനത്തിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ, ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു കാരണവശാലും സഭ ന്യായീകരിക്കുന്നില്ല. അത് വളരെ ഗൗരവമായ കുറ്റമായിട്ട് തന്നെയാണ് ഇപ്പോഴും സഭ കാണുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ഒന്നിച്ച് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ദൈവം നൽകുന്നതാണ് കുഞ്ഞുങ്ങൾ. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അവിടെ ഒരു വലിയ കാര്യമാകാൻ പാടില്ല. കാരണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദൈവം തരുന്നതാണ് ആ കുഞ്ഞുങ്ങളെ. അവരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വളർത്തുക എന്നുള്ളതാണ്. നമ്മൾ അല്പം കാലം, ഒരു 2-3 തലമുറകൾ പിന്നിലേക്ക് പോയാൽ ഇത് വളരെ വ്യക്തമാണ്. വാക്കേറിയവൻ ഇരയെ നൽകുമെന്നുള്ള ഒരു സിദ്ധാന്തത്തിന്റെ മുകളിലാണ് പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ ജനിപ്പിച്ചിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും. ദൈവം വളർത്താനായിട്ട് തീർച്ചയായിട്ടും അനുവദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ MTP ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ആക്ടും ഈ കാലയളവിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഈ അബോർഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്കൊന്ന് നോക്കിക്കാണുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഈ MTP ആക്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഈ സമൂഹത്തിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനത്തെ പറ്റിയും ഒന്ന് പറയാൻ സാധിക്കുമോ? ഈ ആക്ടിനെ പറ്റി പറഞ്ഞാല് അതിന്റെ 50ാമത്തെ വർഷമാണ് 2021 ആചരിക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു ആക്ടിനെ പറ്റി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ കാരണം 50 വർഷം മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1971 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് ഇന്ത്യയില് അബോർഷൻ നിയമപരമായി നടത്താനായിട്ട് അനുവാദം കൊടുക്കുക. 12 ആഴ്ചകൾക്ക് കുറവുള്ള കുഞ്ഞുങ്ങളെ ഒരു ഡോക്ടർക്ക് അത് ആവശ്യമാണെന്ന് സ്വന്തമായി തീരുമാനമെടുക്കാൻ അന്ന് അനുവാദം ഉണ്ടായിരുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ 12 മുതൽ 20 ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യുന്നതിനെ പറ്റി 2 ഡോക്ടർമാർക്ക് തീരുമാനമെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പിന്നീട് അത് പല കാലഘട്ടത്തിലായിട്ട് ചെറിയ ചെറിയ അമെൻമെന്റുകളൊക്കെ ആ നിയമത്തിൽ വന്നു. 2020 മാർച്ച് മാസം 17-ാം തീയതി ഈ പറയുന്ന കാലയളവ് 20 ആഴ്ചകൾ എന്നുള്ളത് 24 ആഴ്ച വരെയായിട്ട് ഉയർത്തുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത്. അത് തീർച്ചയായിട്ടും സ്വീകാര്യമല്ല എന്നുള്ളത് സഭ ഉറക്കെ പറയുകയാണ്. തീർച്ചയായിട്ടും അബോർഷൻ ഏത് സ്റ്റേജിൽ ചെയ്താലും സ്വീകാര്യമല്ല. എന്നാൽ 24 ആഴ്ചയിലേക്ക് ഉയർത്തിയപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിന് ഇടയാകുന്നു. നമുക്കുള്ള ഒരു റഫ് കണക്കനുസരിച്ച് ഒരു വർഷത്തിൽ 1 കോടി 1.5 കോടി കുഞ്ഞുങ്ങള് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നുണ്ട്. ഇന്ത്യയിലത്തെ കണക്കാണ് ഈ പറയുന്നത്. അങ്ങനെ വരുമ്പോ ആ നമ്പർ ഒന്നും കൂടി പറയാ, ഒരു വർഷത്തെ കണക്കുകൾ ഒന്നും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പറയാൻ. 1,56,00,000 കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിൽ നമ്മുടെ ഭാരതത്തില് കൊല്ലപ്പെടുന്നുണ്ട്. ഓക്കെ, അച്ഛൻ ഇപ്പോൾ പറഞ്ഞതിന്റെ ഒപ്പം തന്നെ ചേർത്ത് ഞാനൊരു കാര്യം, അതായത് അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ സർക്കുലർ ഞാൻ അവരോടും ചേർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനസംഖ്യ, അതായത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യങ്ങളാണ്. അതായത് ക്രൈസ്തവർ അല്ലെങ്കിൽ കേരളത്തിൽ അന്യം നിന്ന് പോകും എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള സർക്കുലർ ഇറക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പാലാ രൂപത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 4-5 കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ക്രൈസ്തവ സമൂഹത്തിൽ എണ്ണസംഖ്യ കൂട്ടുക എന്നുള്ളതാണോ, അതല്ല ജീവൻ, അതായത് ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കുടുംബങ്ങളിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണോ? എന്താണ് ഇത്തരത്തിലുള്ള സർക്കുലർ കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്? സർക്കുലറുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഉത്തരങ്ങൾ സഭയുടെ ആസ്ഥാനത്ത് നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ രൂപതകളുടെ ആസ്ഥാനത്ത് വന്നിട്ടുള്ളതാണ്. അതിനകത്ത് പറയുന്ന കാരണവും വളരെ വ്യക്തമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ, നമ്മുടെ മക്കളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. ബർത്ത് റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭ ഒരു വംശനാശ ഭീഷണിയുടെ മുൻപിലാണ്. നമ്മുടെ മക്കളൊക്കെ പലരും
മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. അപ്പോൾ എണ്ണത്തിൽ വളരെ കുറവ് വരുന്ന സമൂഹം ഒരു പാഴ്സി സിൻഡ്രോമിന്റെ മുൻപിലാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വംശനാശത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അതിനുള്ള ഏക പോംവഴി കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. സഭ ഇക്കാര്യത്തെ പറ്റി പല പ്രാവശ്യമായിട്ട് ജനത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ചിലപ്പോഴൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ജനത്തിനോട് ചില കാര്യങ്ങൾ എപ്പോഴും രൂപത അധ്യക്ഷന്മാര് ആത്മീയമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പറ്റുള്ളൂ. ഇതൊരു വിവാദത്തിലേക്ക് വന്നതിന്റെ കാരണം ഈ 4ഉം 5ഉം കുട്ടികൾ തുടങ്ങുമ്പോഴാണ് ഈ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവർക്കുള്ള പ്രസവത്തിന്റെ ചെലവുകളിൽ ഇളവുകളും ഒക്കെ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു കുടുംബത്തിൽ സ്ത്രീയും പുരുഷനും ജോലിക്ക് പോയാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുടുംബങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാം, ഇത്തിരി ക്യാഷുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഡേ കെയർ സെന്ററിൽ, പെയ്ഡ് ഡേ കെയർ സെന്ററിലൊക്കെ കൊണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ നമുക്കറിയാം ന്യൂക്ലിയർ ഫാമിലികളാണ് മൊത്തം. ഒരു കുടുംബത്തിൽ അപ്പൻ, അമ്മ, അവരുടെ മക്കൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 3ഉം 4ഉം കുട്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ നോക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ പ്രതിസന്ധികളുണ്ട്. അതേപോലെ തന്നെ ഇത്രയും കുട്ടികളെ, 3 കുട്ടികളെയും 4 കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള അത്തരത്തിലുള്ള കുറേയേറെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സഭയ്ക്ക് ഈ 4ാമത്തെയും 5ാമത്തെയും കുട്ടിയെ മാത്രം സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മറ്റ് കുട്ടികളെയും അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോൾ കുറച്ചും കൂടി സഭ ഇവരിലേക്ക് ഒന്ന് ഓപ്പൺ മൈൻഡ് കാണിക്കേണ്ട സമയമല്ലേ? അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇനിയും കൂട്ടാൻ സഭ തയ്യാറാകേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് അതങ്ങനെ തന്നെയാണെന്നാണ്. അതായത് സാമ്പത്തികമായിട്ട് താഴ്ക്കടയിലുള്ളവർക്ക് അത് 3ഉം 4ഉം 5ഉം എന്നുള്ള കുട്ടികളുടെ എണ്ണത്തിലേക്ക് പോകാതെ തന്നെ 1ഉം 2ഉം കുട്ടികൾ മുതൽ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരുടെ പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള പദ്ധതികൾ പല രൂപതകളും കൈക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രൂപതകൾ ധാരാളം സാമൂഹ്യ ക്ഷേമ പ്രവർത്തികൾ ചെയ്യുന്ന രൂപതകളാണ്. ഒരുപാട് കോടികൾ നമ്മൾ ഓരോ വർഷവും അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിചാരം. ഇനി എവിടെയെങ്കിലും അതിന് കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. കാരണം സാമ്പത്തികമായിട്ട് സാധ്യതയില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പോലും പഠിക്കാൻ അവസ്ഥയില്ലാതെ പുറകോട്ട് പോകാൻ ഇടവരരുത്. അത് സഭയുടെ വലിയ ശ്രദ്ധയ്ക്ക് കാരണമാകേണ്ടതാണ് എന്ന് തന്നെയാണ് സഭ പൊതുവിൽ ചിന്തിക്കുന്നതും ധരിക്കുന്നതും. ഒരു ഇടവക തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിലെ തന്നെ ഇവർക്ക് നമുക്ക് ഒരു ബേസിക് ആയിട്ട് മോറൽ ബേസിക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില സംരംഭങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഒരു ഡേ കെയർ സെന്റർ പോലെയൊക്കെ ഇടവകകൾ ബേസ് ചെയ്തൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി ഇത്തരത്തിൽ, അതായത് കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് പോകാൻ തയ്യാറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ തന്നെ കുറെ കൂടി ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ജീവന്റെ ഒരു ചെയിനിലേക്ക് കുട്ടികളെ ജന്മം നൽകാനായിട്ട് കൂടുതൽ പേര് തയ്യാറാകുമെന്നുള്ള ഒരു ചിന്ത അച്ഛനുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് പോലെ കാര്യങ്ങൾ മുന്നോട്ട് വന്നാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കില്ലേ? ഞങ്ങളുടെ രൂപതയിൽ, കല്യാൺ രൂപതയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ അധികം ഇല്ല. കാരണം ഇവിടെ സ്ഥലപരിമിതികൾ ഉള്ളതുകൊണ്ട് ബോംബെയിൽ നമുക്ക് സാധിക്കില്ല. എന്നാൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഡേ കെയർ സെന്റേഴ്സ് എല്ലാ പള്ളികളോടും അനുബന്ധിച്ച് തന്നെ തുടങ്ങണമെന്നുള്ള നിർദ്ദേശം എനിക്ക് തോന്നുന്ന ഒരു 8 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഞങ്ങൾ എല്ലാ പള്ളികളിലും കൊടുത്തിട്ടുണ്ട്. പലർക്കും അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സഭ എന്നും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോട് കൂടി കൊടുക്കേണ്ട ഒരു ചിന്ത തന്നെയാണ് അത് എന്ന് നിങ്ങളോട് ചേർന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഉറപ്പായിട്ടും അത് കല്യാൺ രൂപത ഇപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ആഹ്വാനം ഇപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞനുസരിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പേ അത്തരത്തിലുള്ള ഒരു ആഹ്വാനം അവിടുന്ന് അഭിമന്യ പിതാവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കല്യാൺ രൂപത ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾ, അതായത് കുടുംബത്തിലുള്ള ആൾക്കാർ ഒത്തിരി പേർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം തങ്ങളുടെ മക്കളെ വിശ്വസ്തരുടെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഇത്തരത്തിൽ നമ്മുടെ പള്ളികളുടെ കീഴിലേക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി സമാധാനത്തോടെ അവരുടെ ജോലികളിലേക്ക് പോകാൻ സാധിക്കും. അത്തരത്തിൽ കല്യാൺ രൂപത ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വേദിയിൽ നിന്നുകൊണ്ട് രൂപതയെ അഭിനന്ദിക്കാനായിട്ട് ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. കല്ലറങ്ങാട്ട് പിതാവിന്റെ സർക്കുലർ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന മറ്റൊരു ചോദ്യമാണ്, അതായത് ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. 5ഉം 6ഉം ഒക്കെ പ്രസവിക്കാനായിട്ട് ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ ഒരു പ്രസവ മിഷ്യനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കുറെ കമന്റുകൾ വരുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ 4ഉം 5ഉം കുട്ടികളുള്ളവരെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല കമന്റുകളും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ 5ഉം 6ഉം 7ഉം കുട്ടികളുള്ളവരെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോൾ നമുക്ക് സഭയ്ക്ക് ഇവരെ ചേർത്ത് നിർത്താനായിട്ട്, അതല്ലെങ്കിൽ 4ഉം 5ഉം കുട്ടികളൊക്കെ ഉള്ളവരെയൊക്കെ ചേർത്ത് നിർത്താനായിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അവരെ നമ്മൾ കൂടുതലായിട്ട് അഭിനന്ദിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സഭയിലുള്ളതായിട്ട് അച്ഛൻ അറിയുമോ? നമുക്കറിയാം, ദൈവത്തിന്റെ പദ്ധതിയില് വലിയ കുടുംബങ്ങൾ എന്നുള്ളത് വളരെ ശക്തമായ വേരുകൾ ഉള്ള അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഊഷ്മളതയുള്ള കുടുംബങ്ങളായിട്ട് തന്നെയാണ് ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. ഒരു 2-3 തലമുറയുടെ പുറകിലേക്ക് പോയാൽ ഇത് നമുക്ക് വ്യക്തമാണ്. ധാരാളം മാനവശേഷിയുള്ള കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു, ഉറപ്പാണത്. ഇന്ന് ഒരു കുട്ടി 2 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞുള്ള കുടുംബങ്ങളിലേക്ക് തിരിയുമ്പോൾ അത് വളരെയധികം ശക്തി കുറയുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അനുഭവമാണത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ പ്രത്യേകിച്ച് ഒരു ശരീരത്തെ വിഭാവന ചെയ്തപ്പോൾ ഇത്ര വയസ്സുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം എന്നുള്ള ആ ഒരു പദ്ധതി ഒരുക്കുകയും അതുപോലെ തന്നെ വിവാഹത്തിന്റെ ആ ഒരു കെട്ടുറപ്പില് അത് നൽകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതിയോട് നമുക്ക് മറുതരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുക. എന്നാൽ ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള മാതാപിതാക്കളുടെ ആ ഇടപെടലുകളും രീതികളും അവർ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന കാര്യത്തിൽ പോലും അതുണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലും സഭ നൽകുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാൻ. പെറ്റുകൂട്ടുക എന്നുള്ളതല്ല, ഉത്തരവാദിത്വത്തോടു കൂടി മക്കളെ വളർത്തുക. അത് എണ്ണം കുറച്ചുകൊണ്ടല്ല, മറിച്ച് അവരെ നല്ല സ്വഭാവത്തിൽ നല്ല രീതിയിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും. ഓക്കെ സാർ, ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് ഒന്ന് പോവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഒരു യുവജനം ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ മനുഷ്യ നന്മയ്ക്കാണെങ്കിലും ഭ്രൂണം ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങളെ സഭ എന്നും എതിർക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കൊറോണയുടെ സമയം വന്നപ്പോൾ ഈ വാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭ്രൂണം ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ, അതിൻ്റെ റിസൾട്ടായിട്ട് വന്ന ഒരു വാക്സിൻ സഭ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ സഭ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിൽ സഭ വരെ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവുന്ന ഈ ഒരു രീതി, അപ്പോൾ ഇത് എല്ലാ തരത്തിലും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഓപ്പൺ മൈൻഡഡ് ആയിക്കഴിഞ്ഞാൽ ഈ അബോർഷൻ എന്നുള്ളൊരു സംഭവവും എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ മുന്നോട്ട് പോകില്ലേ എന്നൊക്കെ ഒരു യുവജനങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ വന്നാൽ അതിന് സഭയ്ക്ക് എന്താണ് മറുപടി കൊടുക്കാൻ പറ്റുക? നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോടിക്കണക്കിന് മനുഷ്യര് ഈ രോഗം വന്ന് മരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില് അതിനെ പറ്റിയുള്ള ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന അവസരത്തില് ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടില് അബോർഷൻ വഴി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഫീറ്റസിൽ നിന്ന്, അതിന്റെ ടിഷ്യൂവിൽ നിന്ന് സെൽ ലൈൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു ഡിസ്കഷൻ. അപ്പോൾ അത് നമുക്കറിയാം, ഒരു ഫീറ്റസിനെ ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യരാശിയെ ഇത്രയും വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ മോറലി സൗണ്ട് ആക്കാനായിട്ട് ഈ കാരണത്തെ കാര്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥത്തില് മനുഷ്യനെ കൊല്ലുന്നത് ന്യായീകരിക്കുന്നു എന്നുള്ളതല്ല, മനുഷ്യജീവന്റെ ചത്തൊടുങ്ങുന്ന അവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ ഒരു ചൂസിങ് ദ ലെസർ ഈവിൾ എന്നുള്ള പ്രിൻസിപ്പിൾ എടുത്തുകൊണ്ട് ന്യായീകരിക്കുകയാണ് സഭ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ടിഷ്യൂവിൽ നിന്ന് 20ാം നൂറ്റാണ്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫീറ്റസിന്റെ ടിഷ്യൂവിൽ നിന്ന് സെൽ ലൈൻസ് മാത്രം ഡെവലപ്പ് ചെയ്ത സെൽ ലൈൻസിന്റെ ഉൽപാദനത്തിലൂടെയാണ്, വളർത്തലൂടെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണ് സഭ ചെയ്തിട്ടുള്ളത്. 2020 ഡിസംബർ 21-ാം തീയതി വിശ്വാസ തിരുസംഘത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു ലഘുലേഖയിൽ നിന്നാണ് അതിന്റെ ന്യായീകരിച്ചുകൊണ്ടുള്ള അനുവാദം സഭ കൊടുത്തിരിക്കുക. ഓക്കെ ഫാദർ, ഒത്തിരി നന്ദിയുണ്ട്. കാരണം കല്യാൺ രൂപതയുടെ BG-ആയി ധാരാളം ചുമതലകളുള്ള അച്ഛന്മാരുടെ ആയാലും രൂപതയുടെ ആയാലും ധാരാളം ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ ഈ വിലപ്പെട്ട സമയങ്ങൾ നമുക്കായി ചെലവഴിച്ച, അതായത് ഗ്നൈസ് ടെംപ്ലറിലൂടെ ദൈവജനത്തിനായി യുവജനങ്ങൾക്ക് വേണ്ടി ധാരാളം ഉത്തരങ്ങൾ നൽകി അവരാഗ്രഹിച്ചിരുന്ന പല ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ഉത്തരം നൽകിക്കൊണ്ട് അച്ഛൻ നൽകിയ ആ അച്ഛന്റെ സമയത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം, പങ്കുചേരാൻ സാധിച്ചുള്ള സന്തോഷം. ഇനിയും നന്മ ഉണ്ടാകുവാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് കഴിയുന്നത് പോലെയൊക്കെ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ഓക്കെ ഫാദർ, താങ്ക് യു സോ മച്ച്.
ഓക്കെ, നമ്മുടെ ഈ ചർച്ചകൾ ഇവിടെ ഒന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ പൂർവികർ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്ന്. ഞാൻ ആ പഴഞ്ചൊല്ല് നമ്മുടെ ഇന്നത്തെ ഈ ന്യൂക്ലിയർ ഫാമിലിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് യഥാസമയം ദൈവം നൽകുന്ന മക്കളെ, അത് നല്ല സമയത്താണെങ്കിലും നമ്മുടെ സാമ്പത്തികമായി മോശം സമയത്താണെന്നുണ്ടെങ്കിലും ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടെ, വലിയ കുടുംബത്തിൽ വലിയവരായി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു സംശയ നിവാരണവുമായി നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.